പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, നിന്റെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുഖം ലജ്ജിപ്പാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനം 34 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. വളരെ മനോഹരമായിട്ടാണ് ദാവീദ് ഈ പാട്ടെഴുതുന്നത്. ദാവീദ് ഈ പാട്ടെഴുതുവാനുള്ളൊരു സന്ദർഭമുണ്ട്. അതായത് അബീമേലെക്കിൻ്റെ, ഗത്ത് രാജാവിൻ്റെ മുന്നിൽ അകപ്പെട്ടതായ, ശത്രുവിൻ്റെ മുന്നിൽ അകപ്പെട്ടതായ ദാവീദ് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആ സമയത്ത് താൻ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ദൈവത്തോടുകൂടെ, അതായത് ശത്രുവിൻ്റെ മുന്നിലാണ് ദാവീദ് അകപ്പെട്ടിരിക്കുന്നത്. അതായത് ഗത്ത് എന്ന് പറഞ്ഞ ദേശത്തിലെ, ഗത്ത് എന്ന് പറഞ്ഞ പട്ടണത്തിലെ ഒരു മനുഷ്യനായിരുന്നു ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെയാണ് ദാവീദ് കൊല്ലുവാനിടയായത്. വർഷങ്ങൾക്ക് ശേഷം ദാവീദ് ഗത്തിലെ രാജാവായ ഗോലിയാത്തിനെ കൊന്നതായ വാളും ഗത്ത് രാജാവിൻ്റെ അരമനയ്ക്കകത്തുണ്ട്. അപ്പോൾ താൻ ശൗലിനെ പേടിച്ച് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് താൻ ഗത്ത് രാജാവിൻ്റെ ദേശത്ത്, പട്ടണത്തിൽ ചെന്ന് അകപ്പെട്ടുപോയി. അവിടെ വെച്ച് ഭൃത്യന്മാർ ഇത് കണ്ടപ്പോൾ അവർക്കത് മനസ്സിലായി, ഗോലിയാത്തിനെ അന്ന് കൊന്നതായ ദാവീദ് രാജാവല്ലയോ എന്നവർ പറയുവാനിടയായി. അങ്ങനെ ഉടനെ അവർ പിടിച്ചു ഗത്ത് രാജാവിൻ്റെ, അബീമേലെക്ക് എന്ന രാജാവിൻ്റെ മുന്നിൽ ദാവീദിനെ കൊണ്ടുചെന്ന് നിർത്തി. അതിനുശേഷം ഈ ഭൃത്യന്മാർ രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഈ വ്യക്തിയെ ഓർമ്മയുണ്ടോ? ഗോലിയാത്തിനെ കൊന്ന ദാവീദ് എന്ന രാജാവാണ്. അപ്പോൾ തനിക്ക് ഈ വാക്ക് കേട്ടപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിനൊരു ഭയമുണ്ടായി. കാരണം ശത്രുവിൻ്റെ മുന്നിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയുമില്ല. ഉള്ളിലൊരു ഭയമുണ്ടായി. എങ്കിലും അല്പസമയം ഹൃദയം കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് ദാവീദ് നോക്കുന്നതാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ഒരു അല്പസമയം തൻ്റെ മുഖം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി മനസ്സുകൊണ്ട്, ദൈവമേ, ഞാൻ ഇതാ ശത്രുവിൻ്റെ മുന്നിൽ അകപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഒരു നിമിഷം ദാവീദ് തൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിന് ആത്മീയമായിട്ടും, അതായത് പരിശുദ്ധാത്മാവിൽ ഒരു ബുദ്ധി കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനോട് സംസാരിച്ചത്, നീ ഒരു നിമിഷം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ അത് ദൈവശബ്ദമായി കേട്ട് താൻ തുപ്പൽ കൊണ്ട് ആ വാതിലുകളിലും കട്ടളകളിലും വരയ്ക്കുവാൻ തുടങ്ങി. ഇത് കണ്ട രാജാവ് പറഞ്ഞു, ഇതിനകത്ത് ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഈ പുറത്തുള്ള ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ വേഗത്തിൽ പുറത്തു കൊണ്ടുപോകുവാൻ പറയുകയാണ്. അതേ പ്രിയ ദൈവമക്കളെ, ഈ അവിടെ നിന്നും രക്ഷപ്പെട്ടതായ ദാവീദ് ഓടി അബ്ദുല്ല ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. അവിടെ നിന്നും ശത്രുവിൻ്റെ മുന്നിൽ നിന്നും സർവശക്തനായ ദൈവം തന്നെ വിടുവിച്ചത് ഓർത്തപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ആ നന്ദിയോടുകൂടെ പാടിയ ഗീതമാണ് 34 സങ്കീർത്തനം. അതിൽ 34-ന്റെ 5 വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. അതിൻ്റെ 6 വാക്യം,
ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും വിടിവിക്കുന്നു. ആ വാക്യത്തിൽ തന്നെ ഒരു വാക്യമുണ്ട്, അധ്യായത്തിൽ തന്നെ ദാവീദ് പറയുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. ദാവീദ് ഈ പാട്ട് പാടിയതിന്റെ സന്ദർഭം, ശത്രുവിന്റെ മുന്നിൽ അകപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ഇനി നിവർത്തിയില്ല. പക്ഷേ പ്രിയ ദൈവമക്കളെ, നിന്റെ ഏതു സാഹചര്യങ്ങളിലും നിനക്കിനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ ചാൻസ് ഇല്ല. മുന്നിലുള്ള സകല വഴികളും അടഞ്ഞുപോയി, ഇനി മുന്നോട്ടൊരു വഴിയില്ല, സകലതും അടഞ്ഞു എന്ന് നീ ഭയപ്പെടേണ്ട. നീ ആ സമയത്ത് മനുഷ്യനെ നോക്കേണ്ട, വ്യക്തികളെ നോക്കേണ്ട, നീ വലത് നോക്കേണ്ട, പിൻപ് നോക്കേണ്ട, അതായത് ഇടത് നോക്കേണ്ട, പുറകോട്ട് നോക്കേണ്ട. മുന്നിലുള്ള വഴികൾ സകലതും നിനക്ക് അടഞ്ഞു എന്ന് തോന്നുമ്പോൾ നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട. ദാവീദ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ ആമേൻ, നിന്റെ മുഖം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുന്നുവെങ്കിൽ നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥകളിലും നീ ദൈവത്തോടു കൂടെ പകർന്ന് നിന്റെ ഹൃദയം ദൈവസന്നി പകരുകയാണെങ്കിൽ നിന്നെ വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരും. ആമേൻ. ദാവീദിന് അവിടെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ ദാവീദിനെ രക്ഷിക്കാൻ ഒരു സൈന്യമല്ല വന്നത്, ദാവീദിനെ രക്ഷിക്കുവാൻ സ്നേഹിതരല്ല വന്നത്, താൻ പ്രിയപ്പെട്ടവരല്ല തന്നെ രക്ഷിക്കാൻ വന്നത്, മറിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൊടുത്ത ബുദ്ധിയിൽ അതുപോലെ താൻ അനുസരിച്ചപ്പോൾ തന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യകരങ്ങളിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നീ ഏതു വിഷയമായിക്കൊള്ളട്ടെ, മുന്നിൽ ചെങ്കടലാണോ, മോശയോട് ദൈവം പറഞ്ഞു പുറപ്പെട്ടു, പക്ഷേ ഇതാ പിന്നിൽ ഫറവോന്റെ സൈന്യമാണ്, മുൻപിൽ ചെങ്കടലാണ്, തനിക്ക് സകല വഴിയും അടഞ്ഞു. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കരത്തിലിരിക്കുന്ന അധികാരത്തിന്റെ വടി നീ മുൻപിലോട്ട് നീട്ടുക. മോശ അതുപോലെ വിശ്വാസത്തിന്റെ വടി നീട്ടിയപ്പോൾ കടൽ രണ്ട് ചിറ പോലെ മാറി, അതിനകത്തൊരു വഴി വന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നീ മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ നീ ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ വിടിവിപ്പാൻ ശക്തനാണ്. ആമേൻ. നിന്റെ മുഖം ലജ്ജിപ്പാൻ അനുവദിക്കത്തില്ല, ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല. ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, നമ്മെ നിന്റെ അടുത്തിരിക്കുന്നവർക്ക് നിന്റെ ഹൃദയം അറിയത്തില്ല. പക്ഷേ നിന്റെ ഏത് സാഹചര്യത്തിലും നീ മനുഷ്യന്റെ മുഖം നോക്കേണ്ട, നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം നോക്കി, അപ്പാ പിതാവേ, ഈ വിഷയത്തിൽ ഞാൻ എന്തുവാണ് ചെയ്യാനുള്ളത്? സകല വാതിലുകളും അടഞ്ഞിരിക്കുന്നു, ഇനി മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയത്തില്ല. ഒത്തിരി നിന്ദയാണ്, പരിഹാസമാണ്. പ്രാർത്ഥിച്ചിട്ട് നാളുകൾ കഴിഞ്ഞു, ഒരു മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥനാ വിഷയത്തിനൊരു മറുപടിയില്ല. അതിന്മേ ഞാൻ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട്, നിന്നെ അനുഭവിക്കുന്നുണ്ട്. എന്തുവാണ് ചെയ്യാനുള്ളത്? നീ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നീ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ഉറപ്പായിട്ട് നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല. കടത്തിന്റെ ബാധ്യതകളാൽ നിനക്ക് നിന്നയുണ്ടോ? തലമുറ ഇല്ലാത്ത നിന്നയുണ്ടോ? കുടുംബത്തിൽ സാമ്പത്തിക മേഖലയുടെ നിന്നയുണ്ടോ? ഏത് മേഖലയിലാണ് നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്? ആ നിന്ദകളെ നീക്കി നിന്റെ തിരുമുഖത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഉയരത്തിൽ അപ്പന്റെ സന്നിധിയിൽ നിന്റെ തിരുമുഖത്തെ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ശത്രു കാണെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവമാണ്. ഏത് പ്രശ്നങ്ങളായിക്കൊട്ടെ, നിന്റെ വിഷയം നീ ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ മുഖം നീ നോക്കേണ്ട, നീ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്ക്. നിന്റെ മുഖം ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ,
ഏത് വിഷയത്തിലാണ് നിനക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടോ? ഏത് വിഷയത്തിലാണ് നീ ഒത്തിരി പരിഹാസം അനുഭവിക്കുന്നു? എന്തു വിഷയമായിരുന്നാലും ശത്രുക്കൾക്ക് മുൻപാകെ മേശയൊരുക്കി മാനിക്കുന്ന ദൈവമാണ്. നിന്റെ വിഷയം നീ മനുഷ്യന്റെ കരത്തിൽ കൊടുക്കേണ്ട, നീ ദൈവസന്നിധി സമർപ്പിക്കുക. നിന്നെ വിടിവിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ആമേൻ അവരെ വിടിവിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ദാവീദിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ പ്രതിസന്ധി ശത്രുവിന്റെ മുന്നിൽ താനായിരുന്നപ്പോൾ തൻ്റെ ഹൃദയം ഒരു നിമിഷം ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്ത് താൻ സമർപ്പിക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ആമേ തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആമേ മാർഗത്തെ പരിശുദ്ധാത്മാവ് തന്നോട് നിർദ്ദേശിക്കുകയും നിർദ്ദേശിച്ച സമയം ആത്മാവ് തന്ന നിർദ്ദേശിച്ചതുപോലെ താൻ അനുസരിച്ചപ്പോൾ ശത്രുവിന്റെ മുന്നിൽ നിന്ന് സഡലി വേഗത്തിൽ ആമേൻ ആ വ്യക്തി രക്ഷപ്പെട്ട് പുറത്തുപോയ ദാവീദ് ദൈവത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയ ഒരു പാട്ടാണ്. അതേ പ്രിയ മക്കളെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടത്തെന്ന് വിടിവിക്കുന്ന ദൈവമാണ്. നിന്റെ മുഖം ലജ്ജിക്കത്തില്ല കേട്ടോ, നീ ഭാരപ്പെടുവാൻ അനുവദിക്കത്തില്ല കേട്ടോ. നിന്റെ വിഷയം എന്തായിരുന്നാലും നീ ദൈവസന്നിധി നിന്റെ ഹൃദയത്തെ പകര്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, മടുപ്പ് വരണ്ട. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, നീ മടുത്തു പോകരുത്. ഉപവസിച്ചിട്ട് മറുപടിയില്ല, നീ മടുത്തു പോകരുത്. നീ കർത്താവിൻ്റെ തിരുമുഖത്ത് നോക്കിയാൽ ഒരു ദിവസം നിന്റെ മുഖം ആമേൻ അനുഗ്രഹമായിട്ട് നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ മുഖം പ്രകാശിക്കുവാനിടയാകും. ഒരിക്കൽ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞ 5 വർഷമായി തലമുറയില്ല, ഒത്തിരി ലജ്ജയാണ്, വേദനയാണ്. ചർച്ചിൽ പോയാൽ എല്ലാവരും കളിയാക്കും, ഹസ്ബൻഡിന്റെ വീട്ടുകാർ കളിയാക്കും. ഈ കളിയാക്കുന്നത് കേട്ട് കേട്ട് ഹൃദയം വേദനപ്പെട്ട് കരഞ്ഞു. 5 വർഷവും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം ആ സഹോദരി വളരെ വയറിനൊരു വേദനയാണ്. വേദനയോടുകൂടെ എന്തുവാ സംഭവിക്കുന്നത്? ആമേൻ വളരെ വിഷമമാണ്. കാരണം ഓരോ വർഷങ്ങൾ കഴിയും തോറും തലമുറയില്ല, വയറുവേദനകൾ പ്രയാസപ്പെടുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാട് ഇങ്ങനെ കണ്ടു. ആ വെളിപ്പാട് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ സഹോദരി ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് വീഡിയോ കോളിൽ എന്നോട് സംസാരിക്കുന്നത്, ഒരു സെൽഫി എടുത്ത് അയച്ചു തരുന്നത്. ഈ വെളിപ്പാട് കണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, പ്രിയ സഹോദരി, നീ ഭാരപ്പെടേണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട് കണ്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല. നിനക്ക് തലമുറ ലഭിക്കും. നീ ധൈര്യമായിരിക്കുക. അവളെ മനസ്സിനെ ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് അവൾക്ക് 5ാം മാസമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ ഏത് നിന്ദിക്കപ്പെട്ട വിഷയമായിരുന്നാലും ഒരു മനുഷ്യന്റെ മുമ്പിൽ നീ പറയണ്ട. സ്വർഗത്തിൽ അപ്പനോട് നീ പറഞ്ഞും പ്രാർത്ഥിച്ചും ഉപവസിച്ച് നീ കാത്തിരിക്കുക. ഒരു ദിവസം നിന്റെ മുഖം പ്രകാശിക്കും. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും ആ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കുക. ഏത് വിഷയമാണ് ദൈവസന്നിധി കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയെ സഹകരിക്കുക. പരിശുദ്ധ കർത്താവെ, നിമിഷത്തിനായി നന്ദി. വേദനപ്പെട്ട് ഭാരപ്പെട്ട് ഏത് വിഷയങ്ങളിലും മനം കലങ്ങി നിന്ദിക്കപ്പെട്ടിരിക്കുന്നവരുടെ അവരെ മുഖം പ്രകാശിക്കട്ടെ. അവരെ നിന്ന മാറിപ്പോകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. തലമുറ ഇല്ലാത്തവർക്ക് തലമുറ ലഭിക്കട്ടെ. ഭാരപ്പെടുന്നവർ ബാധ്യതയിൽ വിടുതൽ ലഭിക്കട്ടെ. ദൈവകരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.